ആദ്യമേ മനോഹരമായ ഈ സായാഹ്നത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നോക്കൂ, നമ്മുടെ ഈ പ്രദേശം ശംഖുമുഖം എത്ര മനോഹരമായി മാറിയിരിക്കുന്നു. ഇവിടുത്തെ സായാഹ്നങ്ങൾ, മുൻപുള്ള സായാഹ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കാഴ്ചയും ഈ സായാഹ്നത്തിൻ്റെ അനുഭവവും എത്ര മനോഹരവും വ്യത്യസ്തവുമായി മാറ്റിയെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇത് വാസ്തവത്തിൽ ഇങ്ങനെയൊരു 2 പ്രോജക്റ്റാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ബഹുമാന്യനായിട്ടുള്ള മിനിസ്റ്റർ നഗരസഭയുടെ ശംഖുമുഖം സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഫുഡ് സ്ട്രീറ്റ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കോർപ്പറേഷൻ്റെ തന്നെ പ്രോജക്റ്റായിട്ടുള്ള ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ ഉദ്ഘാടനം ചെയ്ത വെഡിങ് ഡെസ്റ്റിനേഷൻ ഉൾപ്പെടെയുള്ള മനോഹരമായ നിലയിൽ ക്രമീകരിച്ച പാർക്ക് ഉൾപ്പെടെയുള്ളവ അവിടെയുണ്ട്. തീർച്ചയായിട്ടും ഈ നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ധാരാളമായി ആളുകൾ എത്തുന്ന, സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണിത്. തിരുവനന്തപുരം കോർപ്പറേഷനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി, ആളുകൾക്ക് വേണ്ടി വളരെ മനോഹരമായി അത് പൂർത്തീകരിച്ച് ഇത് നൽകുന്നതിന്. ഇതിപ്പോൾ ഇതിൻ്റെ തുടക്കമാണ്. ഇനി ഇവിടുത്തെ കടകളെല്ലാം ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇനിയുള്ള സായാഹ്നങ്ങളിൽ ആലോചിച്ച് നോക്കുക, ഇവിടെ ജനനിബിഡമാകും. ഇവിടുത്തെ ഫുഡ് കോർട്ടുകൾ ഓപ്പൺ ചെയ്യപ്പെടും. അതോടൊപ്പം ഒരു വലിയ രീതിയിൽ റിലാക്സ് ചെയ്യുന്നതിനും അതോടൊപ്പം അവധി ദിനങ്ങൾ, സായാഹ്നങ്ങൾ ചിലവഴിക്കുന്നതിനും ഒക്കെ തന്നെ നല്ലൊരിടമായിട്ട് ഇത് മാറ്റപ്പെടും. കേരളത്തെ ഒരു ഫുഡ് ഡെസ്റ്റിനേഷൻ, ആഹാരത്തിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൽ സുരക്ഷിത ഭക്ഷണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 മാതൃകകൾ, ആദ്യത്തെ പ്രോജക്റ്റാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ കൂടുതൽ പ്രോജക്റ്റുകൾ, കൂടുതൽ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കും. കോഴിക്കോട്, അതുപോലെ എറണാകുളം, തിരുവനന്തപുരം, മലപ്പുറം 4 സ്ഥലങ്ങളാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തത്. വളരെ സന്തോഷത്തോടു കൂടി ശംഖുമുഖത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തിയ സൗന്ദര്യവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ശംഖുമുഖം വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ടൂറിസം വകുപ്പിൻ്റെ ചുമതലയെടുത്ത ഘട്ടത്തിൽ ശംഖുമുഖത്ത് ഒട്ടേറെ വിഷയങ്ങളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട MLA, അന്ന് മന്ത്രിയുമായ ശ്രീ ആൻ്റണി രാജു, ബഹുമാനിയായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനും ഞങ്ങളെല്ലാം ചേർന്ന് പല യോഗങ്ങളും നടത്തി. ഇവിടുത്തെ റോഡിൻ്റെ പ്രശ്നം ഒരു ഭീകര പ്രശ്നമായിരുന്നു. അത് പരിഹരിച്ചു. ഡെസ്റ്റിനേഷനിൽ ഒരുപാട് പുതിയ നവീനമായ ആശയങ്ങൾ വന്നു. ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രമായി, ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവൺമെൻറ് ഫണ്ടഡ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെൻറ്റർ ആയി ശംഖുമുഖം മാറി. ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നു. അവിടെയാണ് ഇവിടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വളരെ മാതൃകാപരമായ സൗന്ദര്യവൽക്കരണ പദ്ധതിയും നടന്നിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ ടൂറിസത്തിൻ്റെ കുതിപ്പിന് സഹായകരമാകുന്ന നിലയിൽ തിരുവനന്തപുരം നഗരത്തിൽ ടൂറിസത്തെ വളർത്തുവാൻ വേണ്ടി ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനോടും ഭരണസമിതിയോടും പ്രത്യേകം നന്ദി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഡെസ്റ്റിനേഷൻ്റെ വികാസത്തിന് വേണ്ടി ഇനിയും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ നേരത്തെ ശ്രീമതി വീണ ജോർജ് മിനിസ്റ്റർ പറഞ്ഞ പദ്ധതിയും ടൂറിസത്തിനും ഏറെ ഗുണകരമാണെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്.